അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എൻ്റെ നാട്ടിലെ പുല്ലിക്കടവ് പാലം അതുപോലെ പുല്ലിക്കടവ് ഭാഗത്തെ കാഴ്ചകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ച വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയായിരിക്കുകയാണ്. അപ്പം മഴയൊക്കെ മാറി നല്ല കാലാവസ്ഥയാണ്, അപ്പോൾ വെയിലൊക്കെയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഇനി ഒരുപാട് വീഡിയോസ് ഇനി ഇവിടെ വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം ഈ പുല്ലിക്കടവ് ഞാനിതിൽ കനോലിക്കാനാൽ പുഴയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പുഴ കനോലിക്കാനാൽ പുഴ ഇത് എവിടേക്ക് ടച്ച് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പുഴ എന്ന് പറഞ്ഞ് കനോലിക്കാനാൽ പുഴ അന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ഈ പുല്ലിക്കടവ് പാലം. ഈ പുല്ലിക്കടവ് പാലമാണ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പുല്ലിക്കടവ് പാലത്തിൻ്റെ കാഴ്ചകളും അതിൽ സുന്ദരമായ കണ്ടൽക്കാടുകൾ നിറഞ്ഞ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പുല്ലിക്കടവിലെ കാഴ്ചകൾ, അതിമനോഹരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാൻ പോകുന്നത്. അവിടെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെയിലടിക്കുന്നത്, ചെറിയൊരു വെയിലടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വെളിച്ചം ലേശം കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ പാലത്തിന് മുകളിൽ നിന്നും അതുപോലെ ഇവിടുന്നേക്കൊക്കെ നിങ്ങൾക്ക് ആ കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ അതിമനോഹരമായ കണ്ടൽക്കാടുകൾ നിറഞ്ഞ അതിസുന്ദരമായ കാഴ്ച ഉള്ള നമ്മുടെ പുല്ലിക്കടവ് ഭാഗം നിങ്ങളിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ എത്തിക്കുന്നുണ്ട്. വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. ഇനി ഇവിടെ വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും ഈ സുന്ദരമായ സ്ഥലത്ത് വെച്ച് ഒരുപാട് വീഡിയോസ് നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ. ഓക്കെ, നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പുല്ലിക്കടവ് പുഴയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. കണ്ടൽക്കാടുകൾ നിറഞ്ഞ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് ഞാൻ അന്ന് ഇതിനു മുന്നേ ഇനിയും ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകൾ ഈ പുഴയിലെ വക്കിൽ വെച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് എൻ്റെ നാട്ടിലെ കനോലിക്കാനാൽ പുഴ കടന്നു വരുന്ന പുല്ലിക്കടവ് ഭാഗമാണ് കേട്ടോ. ഇതാണ് ഞാൻ കണ്ടത് പാറയൊക്കെ ഉള്ള ഈ സ്ഥലം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഞാൻ നിങ്ങൾക്ക് കണ്ട അവിടുന്ന് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാം ആ ദൂരെയായിട്ട് കാണുന്നത് നമ്മുടെ പുല്ലിക്കടവ് പാലം കേട്ടോ. അപ്പോൾ വണ്ടികൾ പോകുന്ന പാലമാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മൾ മനസ്സിലാവും കേട്ടോ. അതിസുന്ദരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോയിൽ എത്തിക്കുന്നത്. കണ്ടോ നിങ്ങൾ, ഇതാണ് എൻ്റെ നാട്ടിലെ പുല്ലിക്കടവ് പാലം. ഈ പുല്ലിക്കടവ് പാലത്തിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ അതിൻ്റെ മുന്നേ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചിരുന്നു. കനോലിക്കാനാൽ പുഴയിലെ വെള്ളം നിറഞ്ഞ കാഴ്ചയിലെ അതിലെ പാറക്കടവ് പാലം, മണ്ണൂർ വളവിലേക്ക് പോകുന്ന പാലം കാണിച്ചിരുന്നു. ഇത് നമുക്ക് ഈ പാലം എന്ന് വെച്ചാൽ ഈ പുല്ലിപ്പറമ്പിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പുല്ലിപ്പറമ്പിൽ നിന്ന് ഈ റോഡ് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ രാമനാട്ടുകര എന്ന റൂട്ടിലേക്ക് ടച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ രാമനാട്ടിലേക്ക് ഈ പാലത്തിൽ കൂടെ പോയാൽ ടച്ച് ചെയ്യുന്ന പാലമാണ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പുഴ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ പുഴ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കി അത് ക്ലിയറായിട്ട് തന്നെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സ്ഥലമാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തുനിന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ കനോലിക്കാനാൽ പുഴയിലെ ഇങ്ങോട്ട് തിരിഞ്ഞ പുല്ലിക്കടവ് ഭാഗത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കണ്ടോ, കണ്ടൽക്കാടുകൾ രണ്ട് സൈഡിലും നിറഞ്ഞ അതിസുന്ദരമായ കാഴ്ച, നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, ഇവിടെ നല്ല പാറകളും ഇവിടെയൊക്കെ പാറ കേട്ടോ. ഈ പുഴയുടെ ഇവിടെ ഇപ്പം നല്ല വെള്ളമിറക്കാണ് കേട്ടോ. വെള്ളമിറക്കായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ഉൾപ്പെടുത്തി കാണിക്കുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് കണ്ടോ, ഈ കാണുന്നതാണ് പാലം കണ്ടോ. ആ പാലത്തിൻ്റെ അവിടേക്ക് നമ്മൾ പാലത്തിന് മുകളിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഷൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഈ പുല്ലിക്കടവ് ഭാഗത്തെ കാഴ്ച. ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ പുല്ലിക്കടവ് ഭാഗത്തെ കണ്ടൽക്കാടുകൾ നിറഞ്ഞ അതിമനോഹരമായ കാഴ്ചകളാണ്. ഇനി നമുക്ക് ഈ പുല്ലിക്കടവ് പാലത്തിന് മുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ ഈ പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന ഈ പാലത്തിൽ കൂടെ കടന്നാൽ നമുക്ക് പുല്ലിപ്പറമ്പിലേക്ക് പോവാം.
അതുപോലെ ഈ പുല്ലിപ്പറമ്പിൽ നിന്ന് രാമനാട്ടിലേക്കും ഈ പാലത്തിലൂടെ നമുക്ക് വണ്ടിക്ക് പോകാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് പാലാണ് ഞാൻ കാണിക്കുന്നത്, കാണുന്നുണ്ടോ നിങ്ങൾ? അതിമനോഹരമായ കാഴ്ചകളാട്ടോ. ഒന്ന് ശരിക്കും നോക്കൂ, കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടൽക്കാടുകൾ നിറഞ്ഞ സുന്ദരമായ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ അവിടുത്തെ ദൂര കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നുണ്ടോ. പുഴ ഇപ്പം നല്ല പറഞ്ഞു, വെള്ളം പറ്റിറക്കാണ്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ വെള്ളം പറ്റിറക്കാണ്. അപ്പോൾ ഇനി വെള്ളം കയറുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും ഈ പുഴയിൽ. ഇപ്പോൾ വെള്ളം ഇറക്കായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഈ കനോലിക്കനാൽ പുഴയിലെ ഇപ്പുറം പുല്ലിക്കട ഭാഗം. കണ്ടൽക്കാട് കണ്ടില്ലേ, വെച്ച് പിടിപ്പിച്ച കണ്ടൽക്കാടുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. വെച്ച് പിടിപ്പിച്ച കണ്ടൽക്കാടുകളാണ് ഈ കാഴ്ചകളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ പാലനെ കാണിച്ചു, അതിലൂടെ വണ്ടി പോകുന്നൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി അതിന് മുകളിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഈ വീഡിയോ ഞാൻ മുഴുവനായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂട്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് ബാക്കി വീഡിയോയും കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാഴ്ചകൾ. ഇങ്ങോട്ട് പോകുമ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ പുല്ലിക്കടവ് പാലാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. കാണുന്നുണ്ടോ, ഞാൻ ദൂരത്തു നിന്നാണ് നിങ്ങൾ കാണിക്കുന്നത്. ആ സൂര്യൻ്റെ കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പം സൂര്യൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. സൂര്യൻ നല്ല കുത്തലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അതുപോലെ കുറേ കിളികൾ പറന്നു വരുന്ന കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കാം, മുകളിലേക്ക് നോക്കട്ടോ. കാണുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഞാൻ കാണിക്കുന്നത്, കണ്ടില്ലേ? കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ സൂര്യൻ്റെ നല്ല കുത്തിൻ്റെ കുറച്ച് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടോ. ഇതാണ് സൂര്യൻ, കണ്ടോ? പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് നമ്മളെ പുല്ലിക്കടവ് പാലം കേട്ടോ. ഇതിൻ്റെ നല്ല മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലം കേട്ടോ. നല്ല പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഷൂട്ട് ചെയ്യുന്നത്. കേട്ടോ, ഇതാണ് നമ്മുടെ സുഹൃത്താണ്. ഇതാണ് നമ്മുടെ സുഹൃത്ത് കേട്ടോ. ഞാൻ പാലത്തിൻ്റെ പുല്ലിക്കടവ് പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ സിദ്ദിഖ? അതിൻ്റെ സിദ്ദിഖല്ലേ? സിദ്ദിഖ്. ഇതാണ് നമ്മൾ സിദ്ദിഖ് കേട്ടോ, കണ്ടില്ലേ? അപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ പുല്ലിക്കടവ് പാലത്തിൻ്റെ ഭാഗങ്ങളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. പുല്ലിക്കടവ് ഞാൻ ഇവിടുന്ന് കുറേ വീഡിയോസ് ഇനി വരാനുണ്ട് കേട്ടോ, ഒരുപാട് വീഡിയോസ്. അപ്പോൾ നമ്മൾ സുഹൃത്താണ്. ഒന്ന് പറയാം, നമ്മുടെ ഫ്രണ്ട്സുകളോടൊക്കെ ഒന്ന് പറയും. ഈശ്വരൻ്റെ നമ്മുടെ നാട്ടിലെ സൂപ്പർ സ്റ്റാറാണ്, ഈശ്വറാണ്. എല്ലാവരും നല്ല ചാനലിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. അത് മതി. ഒരു താങ്ക്സ് കൊടുക്കും, ഒരു താങ്ക്സ് കൊടുക്കും. അപ്പം അവനാണ് പുല്ലിക്കടവ്, നമ്മളെ സുഹൃത്താണ് ഇപ്പോൾ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ പുല്ലിക്കടവ് പാലം. ഈ പാലത്തിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ പുല്ലിക്കടവ് പാലം. ഇവിടെ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് കാഴ്ചകൾ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ആ കാഴ്ചകൾ. പുല്ലിക്കടവ് പാലത്തിൻ്റെ താഴെയുള്ള പുഴയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ സൂര്യൻ നല്ല കുത്തലുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. കാണുന്നുണ്ടോ? ആ സൂര്യൻ്റെ കുത്തൽ എങ്ങനെയുണ്ട്? ഡിസൈനായിട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ശരിക്കും നോക്കൂ, എങ്ങനെയുണ്ട്? നല്ല ഡിസൈൻ ഉണ്ട് അല്ലേ? ഇത് സൂര്യനാണ് കേട്ടോ. ആ സൂര്യൻ്റെ ഭയങ്കര പവറിലാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നത്. അതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതാ ഈ പാലത്തിൻ്റെ മുകളിലാണ്. അതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. പുല്ലിക്കടവ് പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. വണ്ടി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ പുല്ലിക്കടവ് പാലം എന്ന് പറയും. ഈ മുകളിലേക്ക് നേരെ മുകളിലേക്ക് പോയാൽ എൻ്റെ നാട്ടിലേക്ക് എത്തും, പുല്ലിപ്പറമ്പിലേക്ക് എത്തും.
ഇവിടുന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കണ്ടില്ലേ, ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ രാമനാട്ടിലേക്ക് ടച്ച് ചെയ്യുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ പുല്ലിക്കടവിൻ്റെ ഇപ്പുറമുള്ള പുഴയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണണോ? ഇതാണ് നമ്മൾ പുഴയുടെ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് എത്തിക്കുന്നത്. നോക്കൂ, നല്ല സുന്ദരമായ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്താം. ഒന്ന് നോക്കുക, വിശദമായിട്ട് നോക്കുക. നമ്മളെ ഈ സുന്ദരമായ ഈ പുല്ലിപ്പറമ്പിൻ്റെ പുല്ലിക്കടവ് പാലത്തിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ എത്തിക്കുകയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ പവർ എത്ര എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ദൂരത്തു നിന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ സൂര്യൻ്റെ ഇത് കാണിക്കുന്നത് കേട്ടോ. അതിനാൽ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചും പാടെ കഴിഞ്ഞ് പുറത്തേക്ക് തിരുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് ക്ലിയറായിട്ട് കാണിക്കും കേട്ടോ. ഇതാണ് ഇതിനെ കാണിക്കുന്ന കാഴ്ചകൾ, കാണുന്നുണ്ടോ? ഇതാണ് നമ്മളെ പുല്ലിക്കടവിൻ്റെ റോഡിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഇപ്പുറത്തെ റോഡാണ് പുല്ലിക്കടവിൽ നിന്ന് നമ്മൾ രാമനാട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഈ പാലത്തിൻ്റെ മുകളിലുള്ള റോഡാണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ പാലത്തിൻ്റെ ഈ സൈഡുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ റൂട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ പുഴ എന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കാണാമല്ലോ കേട്ടോ, എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ പുല്ലിക്കടവ് പാലത്തിൻ്റെ, ഞാൻ പുല്ലിപ്പറമ്പിലേക്ക് വന്ന കനോലിക്കനാൽ പുഴയിലെ പുല്ലിക്കടവ് പാലത്തിൻ്റെ ഉള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. എൻ്റെ കനോലിക്കനാൽ പുഴ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നു. ഈ പുഴയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് സുന്ദരമായ കണ്ടൽക്കാടുകൾ നിറഞ്ഞ കാഴ്ചകൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാം. അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. പുഴയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഒറ്റ വെള്ളം ഇറക്കാം കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് ഒറ്റ വെള്ളം ഇറക്കാണ്. ക്ലിയറായിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഒറ്റ വെള്ളം ഇറക്കാം കേട്ടോ. കണ്ടില്ലേ, അതാണ് ഇങ്ങനെ കടന്ന് രാമനാട്ടിലേക്ക് കരയിലേക്ക് എത്തും ഈ പുഴ കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ഈ പുഴ. ഞാൻ ആദ്യം നിങ്ങൾക്ക് എൻ്റെ ഇത് വീഡിയോയിൽ ഞാൻ ആദ്യം കുറേ മുന്നേ ഇട്ടിരുന്ന വീഡിയോ നിങ്ങൾക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇടുന്നത് കേട്ടോ. കേട്ടോ, അതിമനോഹരമായ കാഴ്ച ഉള്ള സ്ഥലം കേട്ടോ. ഇതുപോലെ സിദ്ദിഖ് അവ വരുന്നുണ്ട്. സിദ്ദിഖ് ഓക്കെ, ഇതാണ് നമ്മൾ സിദ്ദിഖ് കേട്ടോ. നമ്മളെ സുഹൃത്ത്, നേരത്തെ പറഞ്ഞ സുഹൃത്താണ്. ഇജിപ്പോൾ ഗൾഫിലൊക്കെ പോയില്ലേ? എവിടെ പോയത് സ്ഥലമാണ്? എൻ്റെ പ്രവാസി ലോകത്തുള്ള ഒരുപാടുണ്ട്. പറഞ്ഞോ, എവിടെയാണ് ഈ സ്ഥലം പോയത്? ഉറക്കെ പറയും. 22 വർഷം. എവിടെയാണ് സ്ഥലം പോയിരുന്നു? ഈ സൗദി റിയാദിലൊക്കെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരൊക്കെ ഇത് വീഡിയോ കാണും, മനസ്സിലായോ? അപ്പോൾ ഇവനെ നിങ്ങൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ സുഹൃത്താണ് കേട്ടോ. ഇവനെ നിങ്ങൾ ഓർമ്മിച്ച് അവിടെ കണ്ടിട്ടുണ്ട്. സൗദിയിൽ, ദുബായിൽ, ഗൾഫിൽ കണ്ടിട്ടുണ്ട്. നമ്മളെ സുഹൃത്താണ് ഇവൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾ സൗദി തൊട്ട് ലണ്ടനിൽ വരെ ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സുകളൊക്കെ ഈ വീഡിയോ എത്തും. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞേക്കേ, കണ്ടാലൊന്ന് വിവരം പറയാൻ മതി. ഓർമ്മയുണ്ടോ നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെ പുല്ലിക്കടവ് പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ പുല്ലിക്കടവ് പാലത്തിൻ്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന റൂട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് മുകളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. പുല്ലിക്കടന്ന് പോകുന്ന മുകളിലേക്കുള്ള റോഡാണ് ഞാൻ മുകളിലേക്ക് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് പുല്ലിക്കടവ് പിന്നെ പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന റോഡ്, എൻ്റെ നാട്ടിലേക്ക് പോകുന്ന എൻ്റെ അങ്ങാടി ഞാൻ നിങ്ങൾക്ക് അതിന് മുന്നേ കാണിച്ചിരുന്നു. ഇതാണ് നേരാണ്ട് പോയ എൻ്റെ അങ്ങാടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ വണ്ടിയായിട്ട് വരുന്നുണ്ടോ? അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ സുഹൃത്താണ് കേട്ടോ. നിങ്ങൾക്ക് പരിചയപ്പെടാം, നമ്മളെ സുഹൃത്താണ് ഇവരൊക്കെ. അപ്പോൾ ഞാൻ ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. പുല്ലിക്കടവ് പാലമാണ് കേട്ടോ. ഈ വണ്ടി പോകുന്ന പാലമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ അതിമനോഹരമായ കാഴ്ചയുള്ള നമ്മളെ പുല്ലിക്കടവ് പാലത്തിൻ്റെ മുകളിൽ നിന്ന് പുല്ലിപ്പറമ്പ് ഭാഗം, ആ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ എത്തിക്കുന്നത്. ഇതൊക്കെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പുഴയുടെ രണ്ട് സൈഡും അതിസുന്ദരമായ കണ്ടൽക്കാടുകൾ നിറഞ്ഞ മനോഹരമായ കാഴ്ചയുള്ള സ്ഥലമാണ്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ
ഇതാണ് ഞാൻ ആ റോഡാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്നത്. രാമനാട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത്. ഇതാണ് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ല എങ്ങനെയുണ്ട് സ്ഥലം? നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ. ഈ മുഴുവനായിട്ട് തന്നെ കാണുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പുല്ലിക്കടവ് പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൂര്യൻ്റെ കാഴ്ചകളുമ്പാടെ ഒന്ന് ക്ലിയറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സൂര്യൻ്റെ കാഴ്ചകളുമ്പാടെ നിങ്ങൾക്ക് ഒന്നും കൂടെ വെളിച്ചൊന്നും ഇതായതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് എടുക്കാൻ ചെയ്തത്. ഭയങ്കര കുത്തലാണ്, അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കേട്ടോ എങ്ങനെയാണ്? ഇതാണ് ഞാൻ പറഞ്ഞ പുല്ലിക്കടവ് പാലത്തിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതിനെ നിങ്ങൾക്ക് ഇത് കുറേ മുന്നേ കാണിച്ചിട്ട് ഇതുവരെ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുക വെച്ചിട്ടാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാണിക്കുന്നത്. പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കണ്ടില്ലേ? ഒന്നുപാട് ഞാൻ ക്ലിയറായിട്ട് വീഡിയോ നിങ്ങൾക്ക് വെളിച്ചോടെ ലേശം വെയിലുണ്ട്, ഒന്നുപാട് ക്ലിയറായിട്ട് നിങ്ങൾക്ക് കിട്ടുതരാം. എന്നിട്ട് ക്ലിയർ ആക്കിട്ടോ. അതല്ലേ നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ച. നോക്കിക്കോളൂ, അതിമനോഹരമായ കാഴ്ചകളാട്ടോ. എങ്ങനെയുണ്ട്? മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണം. കണ്ടില്ലേ? നമ്മളെ സുഹൃത്തിൻ്റെ കൂടെ വണ്ടിയായിട്ട് നമുക്ക് ആ സുഹൃത്തിനടുത്തൊന്ന് പോവാം. ഓക്കെ, നമ്മളെ സുഹൃത്താണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഇതെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ഇതാണ് നമ്മളെ സുഹൃത്താണ്. ഇതാണ് നമ്മളെ സുഹൃത്ത്. കണ്ട, ഇതൊക്കെ നമ്മളെ സുഹൃത്താണെങ്കിൽ കേട്ടോ. നമ്മളെ പുല്ലിപ്പറമ്പുള്ള സുഹൃത്തുക്കളാണ്. നിങ്ങൾ കണ്ടാൽ ഗൾഫ് മേഖലയിലുള്ള എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആൾക്കറിയില്ലേ? അപ്പോൾ ജീജോടെ പോയില്ല, ഗൾഫ് വേണ്ടി പോയില്ലോ. എടി ആ റിയാദിൽ. അപ്പോൾ റിയാദിലും സൗദിയിലും എല്ലാം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ വിളിക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓക്കെ. അപ്പോൾ ഞാൻ കാണിക്കുന്നത് പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ഈ കയറ്റമാണ് ഞാൻ പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന റോഡ്. നിങ്ങൾക്കൊന്ന് വിശദമായി കാണിക്കുക വെച്ചിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ആ സൂര്യൻ്റെ കാഴ്ചകളൊന്നും പാടെ ഞാൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് എടുത്തു തരാം. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. കേട്ടോ, ഇതാണ് അതിമനോഹരമായ സ്ഥലമാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. ഞാൻ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പം നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ദൂരത്തു നിന്നുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് ക്ലിയറായിട്ട് കാണിച്ചു തരാം കേട്ടോ. ദൂരത്തു നിന്നാണ് ഇപ്പം നിങ്ങൾക്ക് ആ സൂര്യൻ്റെ കേട്ടോ കത്തിച്ചൊലിക്കുന്ന സൂര്യനെയാണ് ഇപ്പം ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് കേട്ടോ. കാണുന്നുണ്ടോ? നിങ്ങൾ ക്ലിയറായിട്ട് നോക്കുക കേട്ടോ. അത്രക്കും കത്തിച്ചൊലിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കണ്ണുവരെ കാണൂല എനിക്ക്. അപ്പോൾ ഞാൻ ഈ ക്യാമറയിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ നോക്കൂ. കണ്ടില്ലേ? പുഴയാണ് ഇപ്പോൾ ഞാൻ ദൂരത്തേക്ക് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ദൂരത്തിലേക്ക് നിങ്ങൾക്ക് ഈ പുഴയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കണ്ടോ? അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് സൂര്യനെ കാണുന്നുണ്ടോ? അപ്പോൾ ഈ റോഡാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പാലത്തിന് മുകളിലുള്ള രാമനാട്ടിലേക്ക് പോകുന്ന റോഡാണ്. അങ്ങോട്ട് മുന്നോട്ട് കാണിക്കുന്ന റോഡ് കാണിക്കുന്നത് ഈ റോഡിന് അങ്ങോട്ട് മുന്നോട്ട് രാമനാട്ടുകരയിലേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. എൻ്റെ പുല്ലിക്കടവ് പാലത്തിന് മുകളിൽ നിന്ന് പുല്ലിപ്പറമ്പിൽ നിന്ന് താഴെയാണ് ഈ പുല്ലിക്കടവ് പാലം. അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ.
കണ്ടില്ലേ? ഇനി ഇപ്പോഴത്തെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുക. ഇപ്പുറത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന ഇപ്പുറത്തെ ഭാഗമാണ്. മുകളിലേക്ക് ദൂരം അങ്ങോട്ട് കയറിപ്പോയാൽ പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന കയറ്റമാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി ഇറങ്ങി വരുന്ന കാഴ്ചകൾ കാണുന്നില്ലേ? ഈ ദൂരത്ത് നിന്നാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. മുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് ആ ദൂരം കാണുന്നുണ്ടോ? അങ്ങോട്ട് ദൂരത്തിലേക്ക് നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. അങ്ങോട്ട് ആ ഭാഗം കയറി പോകുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാമനാട്ടിലേക്ക് പോകുന്ന പാസ് ചെയ്യുന്ന റോഡാണ് കേട്ടോ. രാമനാട്ടിലേക്ക് ഇവിടുന്ന് രാമനാട്ടിലേക്ക് വളരെ എളുപ്പമാണ്. അതാണ് പിന്നെ. അപ്പോൾ എന്നും പാടെ ഞാൻ ഈ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ട് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വേണ്ട അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും ഇപ്പോൾ വെള്ളം പറ്റ ഇറക്കാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് പറ്റ വെള്ളം ഇറക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതിൻ്റെ താഴെ കേട്ടോ, അതിനാണ് ഞാൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കണ്ടോ. കണ്ടോ എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ? നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. കാണുന്നുണ്ടോ? പുഴയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. മുകളിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാണ്ടില്ലേ? ഇതാണ് നമ്മളെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. ഇതാണ് നമ്മളെ പുഴ കേട്ടോ. പുല്ലിക്കടവ് പുഴ എന്ന് അറിയപ്പെടുന്ന പുഴയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. പുഴയാണ് പിന്നെ നിങ്ങൾക്ക് വിശദമായി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കണ്ടോ, ഈ റോഡ് പോകുന്ന പാലത്തിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലേ? പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. കേട്ടോ, ഇനി മുകളിലത്തെ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. മുകളിലേക്ക് ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇതിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതേ മുകളിലത്തെ ഭാഗം നോക്കാം കേട്ടോ. ഇതാണ് മുകളിലേക്ക് അങ്ങോട്ട് പോകുന്ന മുകളിലേക്കുള്ള ആ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? ഇത് പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന ഭാഗമാണ്. മുകളിലേക്ക് കാണുന്നുണ്ടോ? എല്ലാവരും ഈ വീഡിയോ മുഴുവൻ തന്നെ കാണാൻ. വീഡിയോ കണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ വരുന്നുണ്ട്. നമ്മളെ ഈ സുഹൃത്തൊക്കെ നമ്മളെ എൻ്റെ ചങ്കുമുട്ടുമണിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സുഹൃത്തുമണി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളെ സുഹൃത്ത്. ഇത് നമ്മളെ ചങ്കുമുട്ടുമണിയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്താണ്. ഒന്ന് പേര് പറഞ്ഞിടുക, പറഞ്ഞെടുക്കുക. എൻ്റെ പേരൊന്നും പറഞ്ഞു കൊടുക്കില്ലേ? സുബൈർ. എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞ സുഹൃത്ത് സുബൈർ. അവൻ ഗൾഫ് പോയിനടാ. എവിടെയാണ് സ്ഥലം? സൗദിയിൽ. അപ്പോൾ ഈ സൗദിയിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഇവരെ നിങ്ങൾ പരിചയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിൽക്കുന്നവർ ചിലപ്പോൾ പരിചയമുള്ളവർ ഇപ്പോൾ പെയിൻ്റെയാണ് ഇപ്പോൾ നാട്ടിൽ കേട്ടോ. നമ്മളെ സുഹൃത്താണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ പുല്ലിക്കടവിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇനി ഒരുപാട് വീഡിയോ ഇവിടെ വെച്ചിട്ട് ഷൂട്ട് വരുന്നുണ്ട്, ആൽബം വരെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് കാത്തിരിക്കാൻ വരികയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മളെ ബസ്സുകളൊക്കെ കേട്ടോ. അവിടുത്തെ ബസ് വരുന്നുണ്ട് കണ്ടില്ലേ? ഇതാണ് നമ്മളെ പുല്ലിക്കടവ് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കണ്ടില്ലേ? പുല്ലിക്കടവ് പാവാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നത്. കാണുന്നുണ്ടോ നിങ്ങളില്ലേ? എങ്ങനെയുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അറിയണം. നമ്മളെ പുല്ലിക്കടവ് പുഴയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. വിശദമായിട്ട് ഒരുപാട് സമയം ഞാൻ നിൽക്കുന്നില്ല. കുറച്ചൊരു ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ പുല്ലിപ്പറമ്പ് ബസ്സാണ് പോയി വരുന്നത്. നമ്മളെ പുല്ലിപ്പറമ്പ് ബസ് വരുന്നുണ്ട് കണ്ടില്ലേ? ഇതാണ് നമ്മൾ പുല്ലിപ്പറമ്പ് ബസ് വരുന്നത്. ഈ പുല്ലിപ്പറമ്പ് ബസ് വരുന്നുണ്ട്. ആ ബസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പുല്ലിപ്പറമ്പ് ബസ് കേട്ടോ. ഇത് പരിചയപ്പെടുത്താണ്. അപ്പോൾ അതാണ് ഞാൻ നമ്മളെ സുഹൃത്തുക്കളാണ് അതൊക്കെ കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പം ഞാൻ വല്ലാതെ സമയം നിർത്തുന്നില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ഈ പുല്ലിക്കടവ് പുഴ ഒന്നുകൂടെ കാണിച്ചുകൊണ്ട് കണ്ടോ എങ്ങനെയുണ്ട് സ്ഥലം ഒന്ന് നിങ്ങൾ അഭിപ്രായപ്പെട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ഞാൻ പുല്ലിപ്പറമ്പ് റോഡും നിങ്ങൾക്ക് ഇതിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പോകുന്ന റൂട്ട് നമ്മൾ രാമനാട്ടിലേക്കുള്ള റൂട്ടാണ് കേട്ടോ. അതുപോലെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നുപാട് ആ സൂര്യൻ്റെ ഇത് ക്ലിയർ ആയിട്ട് എടുക്കാൻ വെച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ പുല്ലിപ്പറമ്പിലേക്ക് പോകുന്ന റൂട്ട് കേട്ടോ. ആ റൂട്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പം ഞാൻ കൂടുതൽ ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ ആ സൂര്യൻ്റെ എടുത്തിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സൂര്യൻ്റെ വെളിച്ചം അങ്ങ് ദൂരേക്ക് താഴ്ന്നു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടില്ലേ?
കനോലിക്കനാൽ പുഴ അങ്ങനെ താഴെ, പുല്ലിക്കടവ് പുഴ അങ്ങനെ താഴത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും നോക്കാം. നിങ്ങൾക്ക് ഇതാണ് നമ്മളെ പുഴ. ഞാൻ വിശദമായിട്ടൊന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിലൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. നോക്കൂ, കണ്ടില്ലേ? നേരെ നിങ്ങൾ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നാസർ പറഞ്ഞത് നമ്മളെ സുഹൃത്താണ് കേട്ടോ. ഇത് നമ്മളെ സുഹൃത്താണ്, കണ്ടില്ലേ? നാസർ എന്തായാലും പറയടാ, എൻ്റെ ഗൾഫ് പോയ സ്ഥലത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടോ? അപ്പോൾ അത് പേരൊന്നും പറഞ്ഞേക്കേ. നാസർ, ആ നാസർ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സുഹൃത്തുക്കളാണ്. ഒന്നും പറഞ്ഞേക്കേ, ഇതാണ് നമ്മുടെ സുഹൃത്ത് കേട്ടോ. നമ്മൾ നാസറ പുല്ലിപ്പറമ്പുള്ളതാണ്, നമ്മുടെ ചങ്ങായിയാണ്. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ. അപ്പം ഞാൻ കൂടുതൽ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഞാൻ വേണ്ട ഈ പാവമ്പാടം നിങ്ങൾക്ക് കാണിച്ചു തന്നുണ്ട്. അപ്പോൾ സസി വെള്ളത്തിലില്ല, സസിൻ്റെ വെള്ളത്തിൽ നമ്മളെ സുഹൃത്തുക്കളാണ് വരുന്നത്. ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് ഈ പോകുന്നതൊക്കെ. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ സുബൈർ ഇവിടെ ഉണ്ട്, നമ്മളെ നാസർ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പുല്ലിപ്പറമ്പുള്ള സുഹൃത്തുക്കളാണ് കേട്ടോ. ഇവരൊക്കെ ഗൾഫ് പോയ ആൾക്കാരാണ്. സുഹൃത്താണ്. വെള്ളം എല്ലാവർക്കും വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് എൻ്റെ നമ്മളതല്ലേ. അതായത് ഒരു മിനിറ്റ് നമ്മൾ സുഹൃത്തുണ്ട്, ഒരു മിനിറ്റ് നമ്മൾ പരിചയപ്പെട്ടാം. അപ്പം നിങ്ങൾ ഈ വീടാണെന്ന് അതിൻ്റെ ചിലപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ, ഇവിടെയൊക്കെ മൊത്തം കാണാനല്ല. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഷാവുല്. എവിടെയാ? പെരുമ്പോ. അപ്പോൾ ഷാവുലാണ്. അപ്പോൾ വെള്ളത്തിന് ആവശ്യമുള്ള ഇവരുടെ നമ്പർ കിട്ടുക. അപ്പോൾ ഇതിലേക്ക് കണ്ടു കഴിഞ്ഞാൽ വിളിച്ചോളി. വെള്ളത്തിന് അവിടെ എത്തുന്നതാണ്. ആ നമ്പർ തന്നെയില്ലേ? ഓക്കെ, ഞാൻ ചെറിയൊരു കൊടുത്തു പോകത്തുള്ളൂ. നമ്മളത് എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ. പെരുമ്പുവാണ് നമ്മളെ വാട്ടർ സർവേ ഇതിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിന് ആവശ്യമുള്ള ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. ഓക്കെ, കണ്ടില്ലേ? ഈ പുഴയിൽ കൂടെ കണ്ടടിയിടാൻ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് കേട്ടോ ഞാനത് കാണിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ സുഹൃത്തുക്കളാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, ഈ കണ്ടാടിയിടാൻ പോകുന്നതാണ് കണ്ടില്ലേ. അപ്പോൾ പുഴയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. കണ്ടില്ലേ, എങ്ങനെയുണ്ട്? നല്ല സൂപ്പറല്ലേ? പുല്ലിപ്പറമ്പ് വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സുഹൃത്താണ്. കണ്ടില്ലേ, പുല്ലിപ്പറമ്പ് ബസ്സാണ് പോയത്. അതാണ് കൈകൊണ്ട് ആക്കി കേട്ടോ. നമ്മുടെ സുഹൃത്താണോ അതൊക്കെ കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചത്. നിങ്ങളിലേക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോണ്. ഇതാണ് നമ്മളെ കനോലിക്കനാൽ പുഴയിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ആ പുഴ കാണിച്ചു. അപ്പോൾ സൂര്യനിവിടെ പോയിട്ടോ, അസ്തമിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിനാ എടുക്കാൻ വെച്ചിട്ട് പക്ഷേ അത് അപ്പുറത്തേക്ക് മറിഞ്ഞു പോയി. അതാണ് കുറച്ച് ഭാഗം നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതാക്കുന്നില്ല, ഞാൻ വീഡിയോ നിർത്തിയാലോ. ഇതാ നമ്മൾ കാണിക്കുന്ന ഈ സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവരും മുഴുവൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഇപ്പം നിങ്ങൾക്ക് വീടോ എന്താ കാര്യം ഉണ്ടെങ്കിലും ഇവ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം കൊടുക്കും. വണ്ടി പേര് വിട്ടിട്ടുണ്ടോ എനിക്ക്?
അടാ ഇവനെ കോൺടാക്ട് ചെയ്യാം. ഇവന്റെ ഒന്ന് വിശദമായിട്ട് പറയാം എന്തൊക്കെ വണ്ടിയുള്ളത് ഒന്ന് വിശദമായിട്ട് പുറത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണേ. ഇവന് ഇതുപോലെ വണ്ടികൾ സെക്കൻഡ് ഹാൻഡുകൾ ഒരുപാട് ഐറ്റംസ് വണ്ടികളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ആവശ്യമുള്ളവർക്ക് ഇവൻ്റെ നമ്പർ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. ആർക്കെങ്കിലും ആവശ്യമെങ്കിലും ഉള്ളവർ നമ്മൾ പുല്ലിപ്പറമ്പിൽ നിന്നല്ല വേറെ ആവശ്യമുള്ളവരൊക്കെ ഇതിലുണ്ടെങ്കിൽ ബന്ധപ്പെടാം. അതിൻ്റെ ഫോൺ നമ്പർ എന്തെങ്കിലും പറയാം. ഏതൊക്കെ വണ്ടിയാണെന്നുള്ളതൊന്ന് ഇതിൽ ആദ്യം ക്ലിയർ ആയിട്ട് പറയാം. ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് സ്പീഡ് പറഞ്ഞോ. അപ്പോൾ കേട്ടില്ലേ, ഈ നമ്പർ ഞാൻ അതിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇവന് സെക്കൻഡ് ഹാൻഡ് വണ്ടി ആവശ്യമുള്ളവർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇവൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ, വണ്ടി കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഇവൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ വണ്ടി എടുക്കാനും തയ്യാറാണ്, കൊടുക്കാനും തയ്യാറാണ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ആ പാർട്ടിയില്ല. അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ വണ്ടി കൊടുക്കാനുണ്ടെങ്കിലും വണ്ടി എടുക്കാനുണ്ടെങ്കിലും ഇവനെ ബന്ധപ്പെട്ടോളൂ കേട്ടോ. ഇവൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നതാണ്. ഓക്കെ ഓക്കെടാ. അപ്പോൾ നമ്മൾ നാസറൊക്കെ ഉടനെ ഞാൻ ഇവിടുന്ന് നമ്മൾ പുല്ലിക്കടവ് പാലത്തിൽ നിന്ന് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് പോകാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ള കനോലിക്കനാൽ പുഴ എന്ന് പറയപ്പെടുന്ന പുല്ലിക്കടവ് പുഴയാണ്. പുല്ലിക്കടവ് പുഴയിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ അമർത്തി ഓൾ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലെത്തുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കണ്ടാം. എല്ലാവർക്കും ബൈ പറയുന്നു. ഓക്കെ.